ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ വീഡിയോ നല്ല അട്രാക്റ്റീവായിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇൻഷോട്ടാണ്. അപ്പം ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരും അതേപോലെ തുടക്കക്കാരായ ആളുകൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരുവിധ യൂട്യൂബേഴ്സിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾക്ക് വീഡിയോയായും ഇമേജായും ഒക്കെ നമുക്ക് എഡിറ്റിംഗ് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. തംബ്നെയിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏത് വീഡിയോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടത് ആ വീഡിയോ ചൂസ് ചെയ്യാം. അതിൻ്റെ ശേഷം അതിൻ്റെ ക്യാൻവാസ് നമുക്ക് ഇതിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ 9:16, 16:9 എന്നൊക്കെ പറഞ്ഞിട്ട് മെഷർമെൻ്റ് ഉണ്ടല്ലോ. ഷോർട്സിനാണെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എത്ര മെഷർമെൻറ്റ് വേണം, ഫേസ്ബുക്കിലേക്കാണെങ്കിൽ 1:1 ആണ്. അങ്ങനെ ഓരോന്നിനും ഓരോ മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഇഫക്ട്സ് കൊടുക്കാം, മ്യൂസിക് കൊടുക്കാം. മ്യൂസിക് തന്നെ നമുക്ക് ഫീച്ചേർഡ് മ്യൂസിക് ഉണ്ട്, നമ്മൾ സേവ് ചെയ്ത് വെച്ച മ്യൂസിക് ഉണ്ട്, നമ്മൾക്ക് വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇമ്പോർട്ടഡ് ആയതുണ്ട്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചതുണ്ട്. റെക്കോർഡ് ചെയ്യുക, AI സ്പീച്ച് ഉണ്ട്, AI നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് AIനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓഡിയോ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോയിസ് ഓവർ ആയിട്ടും കൊടുക്കാം, അപ്പം തന്നെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം. നല്ല നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ വീഡിയോന് മാച്ച് ആവുന്ന വളരെ സ്യൂട്ടബിളായി വരുന്ന സ്റ്റിക്കർ ഏതാണെന്ന് നോക്കിയിട്ട് ആ സ്റ്റിക്കർ ചൂസ് ചെയ്യാം. ട്രെൻഡിങ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ പുതിയ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. പക്ഷേ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 30 സെക്കൻഡ്സ് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റിക്കേഴ്സും അതേപോലെ ഇതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഓട്ടോ ക്യാപ്ഷൻ കൊടുക്കാം. ഈവൻ നമ്മളുടെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ യൂട്യൂബിലേക്കുള്ള ഷോർട്ട് വീഡിയോന് ക്യാപ്ഷൻ കൊടുക്കാൻ ഈസിയാണ്. പക്ഷേ ഈ ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഫ്രീ ആയി കിട്ടാൻ നമ്മളൊരു 30 സെക്കൻഡ്സ് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിന് തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ടെക്സ്റ്റിൻ്റെ ഫോണ്ട്, അതുപോലെ ടെക്സ്റ്റിൻ്റെ ഇഫക്റ്റ്, ടെക്സ്റ്റ് ആനിമേഷൻ, ടെക്സ്റ്റ് കളറിങ്, ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ് സ്റ്റൈൽ, അങ്ങനെ അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ സ്റ്റിക്കറിൽ സബ്സ്ക്രൈബും അതുപോലെ ഷെയർ ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ ഉണ്ട്. പിന്നെ ഇഫക്റ്റ് കൊടുക്കാം. ഇഫക്റ്റ് പല ടൈപ്പിലുള്ള ഇഫക്റ്റ് ഉണ്ട്. നോർമൽ ഇഫക്റ്റും ഉണ്ട്, AI ഇഫക്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇഫക്റ്റ് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഒരു ചെറിയ പാട്ട് നമുക്ക് ബ്ലർ ആക്കണമെങ്കിൽ ആ പാട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ബ്ലർ ആക്കാം. ഫിൽറ്റർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബ്രൈറ്റ്നസ്സും അതിൻ്റെ സ്റ്റൈലും കളറും, അത് ഏത് കളർ വേരിയേഷനിൽ വേണം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണിക്കുന്നത് AI ഇഫക്റ്റാണ്. AI ഇഫക്റ്റ് നമുക്ക് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും എക്സ്ട്രാ ഒരു പിക്ചർ, അത് ആ വീഡിയോയിലേക്ക് ഒരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ കൊടുക്കാനുള്ള ടൂളാണ് ഈ ഇപ്പോൾ കാണിച്ച ടൂള്. പിന്നെ മാസ്ക് ചെയ്യാൻ പറ്റും. അതേ പിക്ചറിനെ വേണമെങ്കിൽ നമുക്ക് മാസ്ക് ചെയ്യാൻ കഴിയും. അതിനെ മാസ്ക് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാൻ കഴിയും. ആ വീഡിയോന് മാച്ച് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് വീഡിയോസിൻ്റെ ക്ലിപ്സിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് വേണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഏത് പോർഷനാണോ വേണ്ടത് ആ ഭാഗം മാത്രം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും കഴിയും. അതിനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ കളറായിട്ട് കൊടുക്കുക, പാറ്റേൺ ആയി കൊടുക്കുക, സെയിം പിക്ചറിൻ്റെ വേരിയേഷനായിട്ട് കൊടുക്കുക. പിന്നെ വീഡിയോക്ക് അല്ലെങ്കിൽ ഇമേജിന് വേണമെങ്കിൽ ഇഫക്റ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് കട്ട് ഔട്ട് ചെയ്യാം.
നമ്മളുടെ ഇമേജ് കട്ടൗട്ട് ചെയ്താൽ ഇങ്ങനെ പിന്നെ ആ ഒരു നമ്മളിപ്പോൾ നമ്മളാണെങ്കിൽ സ്ട്രക്ചറിനനുസരിച്ചിട്ട് അത് കട്ടൗട്ടായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഷോട്ടിൽ ചെയ്യാൻ കഴിയുക. ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ, വാട്ടർമാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ, ഈ ഫ്രീ വാട്ടർമാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ റിമൂവ് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഒരു 30 സെക്കൻഡ്സ് വീഡിയോ വാച്ച് ചെയ്യുക. അതായത് അഡ്വർടൈസ്മെൻ്റ് ആണത്. ആ 30 സെക്കൻഡ്സ് അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്താൽ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാത്ത നമ്മളുടെ ഫ്രഷ് ആയിട്ടുള്ള ആ വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എത്രത്തോളം ഇഫക്റ്റീവായെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ എന്താണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യൂ.